Dear students, welcome to corporate accounting class. We are discussing about bonus shares. So bonus shares are those shares issued by the company to the shareholders free of cost. So it is issued to the existing shareholders from the accumulated reserves of the company. What are the conditions given by the Companies Act for issuing bonus shares? For Section 63(2) of the Companies Act states that a company can issue bonus shares only through fulfilling the following conditions. First one, authorized by Articles of Association. That means the issue of bonus share should be authorized by, permitted by the Articles of Association. There should be a rule for providing permission to issue bonus shares. Recommendation of Board of Directors should be approved by General Body. ഇപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള തീരുമാനം അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിംഗിൽ എടുക്കണം. ദാറ്റ് ഡിസിഷൻ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ജനറൽ ബോഡി. ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗിൽ അത് അപ്രൂവ് ചെയ്യണം. കമ്പനി ഷുഡ് ഹാവ് സഫീഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഓർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിക്ക് ആവശ്യത്തിന് റിസർവ്സും സർപ്ലസും ഉണ്ടായിരിക്കണം. ദെൻ only fully paid up, partly paid up shares should be made fully paid up. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, പിന്നെ പാർട്ട്ലി പെയ്ഡപ്പിനെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുകയാണെങ്കിൽ അത് സെബിയുടെ പെർമിഷൻ വിധേയമായിരിക്കണം. സോ പാർട്ട്ലി പെയ്ഡപ്പിനെ കൺവേർട്ട് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി ഡൺ അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് സെബി. ഇനി എന്തൊക്കെയാണ് സെബി ഗൈഡ് ലൈൻസ്? ഒന്നാമതായിട്ട്, ബോണസ് ഇഷ്യൂ ഷുഡ് നോട്ട് ഡൈല്യൂട്ട് ദ റൈറ്റ്സ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതൊരു കാരണവശാലും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ ബാധിക്കാൻ പാടില്ല. സോ ബോണസ് ഇഷ്യൂ ഷുഡ് നോട്ട് അഫക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. റിസർവ്സ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ്. റീവാലുവേഷൻ റിസർവ് ഉപയോഗിച്ച് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പം റീവാലുവേഷൻ റിസർവ്സ് ബോണസ് ഷെയറിന് ഉപയോഗിക്കാൻ പാടില്ല. കമ്പനി ഷാൾ നോട്ട് ബി ഡീഫോൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്. കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഡെപ്പോസിറ്റ് ലയബിലിറ്റിയാണ്, അതിന് പിന്നെ റീപേയ്മെൻറ്റിന് ഫാൾട്ട് ഒന്നും വരാൻ പാടില്ല. അതേപോലെ തന്നെ പിന്നെ കമ്പനി ഹാസ് നോട്ട് ഡീഫോൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ്. PF, ഗ്രാറ്റുവിറ്റി അതൊന്നും കൊടുക്കുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. അത് കറക്റ്റായിട്ട് പേ ചെയ്യണം. ദ ബോണസ് ഇഷ്യൂ ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 6 months. അപ്പോൾ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ 6 months. ബോണസ് ഷെയർ ഷാൾ നോട്ട് ബി ഇഷ്യൂഡ് ഇൻ ലീവ് ഓഫ് ഡിവിഡൻഡ്. എന്ന് പറഞ്ഞാൽ ഡിവിഡൻറ്റിന് പകരമായിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഡിവിഡൻറ്റ് എല്ലാ വർഷവും ആക്ച്വൽ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഡിവിഡൻറ്റ്. ദാറ്റ് ഷുഡ് ബി ഗിവൺ സെപ്പറേറ്റ്ലി. ഡിവിഡൻറ്റ് കൊടുക്കുന്ന കൂടാതെ വേണം എന്ത് കൊടുക്കാനായിട്ട്? ബോണസ് ഷെയർ കൊടുക്കാനായിട്ട്. ഇഫ് ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ ഇറ്റ് ക്യാനോട്ട് ബി വിഡ്രോൺ. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പിൻവലിക്കാൻ പറ്റില്ല. ദെൻ ഇഫ് ബോണസ് ഇഷ്യൂ കോസസ് ഫോർ എക്സീഡിംഗ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എ റെസൊല്യൂഷൻ ഷുഡ് ബി പാസ്ഡ് ഇൻ ദ ജനറൽ ബോഡി മീറ്റിംഗ്. എന്നാണ് എ കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർസ് ഓൺലി അപ് ടു ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 ലക്ഷമാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം അതിനേക്കാൾ കൂടുതലാകുകയാണ് ക്യാപിറ്റൽ എങ്കിൽ അത് ഇറ്റ് ഈസ് എഗൻസ്റ്റ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലെ കമ്പനിയുടെ ക്യാപിറ്റൽ ക്ലോസിൽ ദ ടോട്ടൽ ക്യാപിറ്റൽ ദാറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ ക്യാപിറ്റൽ ക്ലോസ്. അത് 10 lakh ആണ്. ആഫ്റ്റർ ഇഷ്യൂയിങ് ബോണസ് ഷെയർ ദ ടോട്ടൽ ക്യാപിറ്റൽ മേ എക്സീഡ് 10 lakh. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ resolution should be passed in the general body meeting to amend the capital clause. What are the sources of bonus share? How they mobilize the sources for issuing bonus shares? According to Section 63, the following reserves can be used. ഈ പറയുന്ന റിസർവ്സ് ഉപയോഗിക്കാൻ പാടില്ല. അതായത് റവന്യൂ റിസർവ്, കമ്പനിയുടെ റവന്യൂ റിസർവ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ജനറൽ റിസർവ്,
സിങ്കിങ് ഫണ്ട് ബാലൻസ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്. അപ്പം റവന്യൂ റിസർവ്സിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, ജനറൽ റിസർവ്, കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുള്ള ജനറൽ റിസർവ്, സിങ്കിങ് ഫണ്ട് ബാലൻസ്, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ്, ഇതൊക്കെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി ക്യാപിറ്റൽ റിസർവിൽ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബിഫോർ രജിസ്ട്രേഷൻ, അത് യൂസ് ചെയ്യാം. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ഇതൊക്കെ യൂസ് ചെയ്യാം. എന്തൊക്കെ യൂസ് ചെയ്യാം? പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. അതെന്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ? ദേ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ cannot be used for converting partly paid share into fully paid. അത് പാർട്ട്ലി പെയ്ഡിനെ ഫുള്ളി പെയ്ഡായി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ബോണസ് ഇഷ്യൂ cannot be made from reserves created by revaluation of assets or securities premium not collected in cash. Bonus issue cannot be made from reserve created by revaluation of assets or സെക്യൂരിറ്റീസ് പ്രീമിയം നോട്ട് കളക്റ്റഡ് ഇൻ ക്യാഷ്. അപ്പം റീവാലുവേഷൻ അസറ്റ്സ് ഉപയോഗിച്ച് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ദെൻ ഫസ്റ്റ്ലി ദ കമ്പനി യൂസസ്. അപ്പോൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഓർഡർ പറയുന്നുണ്ട്. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം, ക്യാപിറ്റൽ റിസർവ്, ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഈ പറയുന്ന ഇതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. The company has the freedom to decide which reserve can be used for bonus share. അത് തീരുമാനിക്കാനുള്ള അവകാശം കമ്പനിക്കുണ്ട്. ഇനി ഇതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയറാണ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർ ആർ ഇഷ്യൂഡ് അറ്റ് പാർ. അത് പാറിലാണെങ്കിൽ നമ്മൾ ഏതൊക്കെ റിസർവ്സ് ആണോ എടുക്കുന്നത് അതെല്ലാം ഡെബിറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഏതൊക്കെ റിസർവ്സ് ആണോ എടുക്കുന്നത് അത് ഡെബിറ്റ് ചെയ്യണം. എങ്ങനെയാണ് വരിക? ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എത്രയാണോ എടുക്കുന്നത്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ, ഇവിടെ നിന്നൊക്കെ എത്ര രൂപയാണോ എടുക്കുന്നത് അത് ഡെബിറ്റ് ചെയ്യും. ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് ഇത് കൊടുക്കുന്ന സമയത്ത് എൻട്രി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ദാറ്റ് മീൻസ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഫ്രീ ഓഫ് കോസ്റ്റ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇനി വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, അപ്പോൾ ബോണസ് ഷെയർ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഇതാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട് അറ്റർ, അത് പ്രീമിയത്തിന് വേണ്ടി, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, സിങ്കിങ് ഫണ്ട്, ജനറൽ റിസർവ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നു? നമ്മൾ അങ്ങനെ ഏതൊക്കെ അക്കൗണ്ട്, അപ്പോൾ പ്രീമിയത്തിൻ്റെ എമൗണ്ട് എവിടെ നിന്ന് എടുക്കണം? ഷെയർ പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ. അപ്പം ഷെയർ പ്രീമിയം അക്കൗണ്ട് അറ്റർ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് അറ്റർ, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് അറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ഹോൾഡേഴ്സ്, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇനി അത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു ഷെയർ പ്രീമിയം ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. എത്രയാണോ പ്രീമിയം അത് ആ അക്കൗണ്ടിൽ നിന്ന് വേണം എടുക്കാനായിട്ട്. വെൻ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ആർ ഇഷ്യൂഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ദേ ഗെറ്റ് അഡീഷണൽ ഷെയർസ് വിത്തൗട്ട് പേയിങ് ക്യാഷ്. നമ്മളത് കൺവേർട്ട് പാർട്ട്ലി പെയ്ഡ് ഷെയർ ഇൻറ്റു ഫുള്ളി പെയ്ഡ് ഷെയർ. അങ്ങനെ ചെയ്യുമ്പോൾ ഇതേ പ്രൊസീജിയറാണ്. ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് അറ്റർ, ഡിബഞ്ചർ റിസർവ് അക്കൗണ്ട് അറ്റർ, ജനറൽ റിസർവ് അക്കൗണ്ട് അറ്റർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇനി നമ്മളത് ആ ഫൈനൽ കോള് വിളിക്കുന്ന എൻട്രി റെക്കോർഡ് ചെയ്യണം. എന്താ ഫൈനൽ കോള്? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് അറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇനി അത് ഇഷ്യൂ ചെയ്യുന്നു. എന്താ എൻട്രി? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പം
partly paid shares are converted into fully paid shares, the shareholders get converted their partly paid shares into fully paid without giving final call. ഫൈനൽ കോളിൻ്റെ പൈസ അവർ അടയ്ക്കേണ്ടതില്ല. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. അപ്പോൾ റിസർവ്സ് ആൻഡ് സർപ്ലസ് കുറയുന്നു. ആ റിസർവ്സ് ആൻഡ് സർപ്ലസിന് പകരം അവിടെ ഷെയർ ക്യാപിറ്റൽ വരുന്നു. ഇതാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം. ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.